அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് വന്നിരിക്കുന്നത് നമുക്ക് നാളെ നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്. സോ അതിന് മുമ്പ് നമ്മുടെ ഈ ഫുട്ബോളിൽ ഒരു വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ വെച്ചിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കളിക്കാൻ പോകുന്നത് നമ്മുടെ പെസ്മിങ് മാസ്റ്റർ ഒപ്പാണ്. അപ്പോൾ സ്പെയിൻ വേഴ്സസ് അർജൻറ്റീന, ഞാൻ സ്പെയിൻ, ഓൻ അർജൻറ്റീന കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, സ്റ്റാർട്ട് കൊടുത്തോ. ഓക്കെ, നമുക്ക് എന്തായാലും അവൻ്റെ ഇത് കാണിച്ചു തരാം. പെസ്മിങ് മാസ്റ്റർ 307 റാങ്കിങ് ഒക്കെ ഉള്ള അക്കൗണ്ട് തന്നെ കേട്ടോ. സോ അവിടെ എടുത്തിക്കണ അർജൻറ്റീന കേട്ടോ, ഞാൻ എടുത്തിക്കണ സ്പെയിനും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് ആര് ജയിക്കുന്നു ഈ ഫുട്ബോളിൽ കേട്ടോ. സോ സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ അറിയാലോ, നമ്മുടെ മെസ്സിയുടെ ലാസ്റ്റത്തെ വേൾഡ് കപ്പ് ആവാനാണ് സാധ്യത കൂടുതൽ. ആൾക്ക് ഇനിയും കളിക്കാനുള്ള ക്യാപ്പ് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അർജൻറ്റീന വേൾഡ് കപ്പ് ഫൈനൽ ജയിക്കുമോ അതോ സ്പെയിൻ ജയിക്കുമോ? യമാലിൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് 19-ാം വയസ്സിൽ ആര് ജയിക്കും? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. മെസ്സിക്ക് ഒരു പെർഫെക്റ്റ് എൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഓൾറെഡി കഴിഞ്ഞ വട്ടം കിട്ടിയതാണ്. പക്ഷേ ഈ വട്ടം ഇങ്ങനെ കളിച്ചിട്ട് പെർഫെക്റ്റ് എൻഡിങ് കിട്ടിയില്ലെങ്കിൽ അതിലെന്തായാലും നിരാശ ഉണ്ടാവും. ബാഴ്സ ഫാൻസൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല, ഒരേപോലെയാണ്. ശരിയാണ്, വലിയ വിഷമം ഉണ്ടാവില്ല. എങ്കിൽ കൂടി മെസ്സിക്ക് ഒരു പെർഫെക്റ്റ് എൻഡിങ് അതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ആലോചിക്കുന്നത്. സോ ഓക്കെ, വന്നിട്ടുണ്ട് ജേഴ്സി. ഓക്കെ, ഓൻ അത് എടുക്കട്ടെ, നമുക്കിതിടാം. എല്ലാം ഫോം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാട്ടോ. സോ ഇതിൽ കർവാഹാളുടെ അവിടെ റൈറ്റ് ബാക്കിൽ വേറെ കിട്ടിയില്ല, അതുകൊണ്ട് കർവാളിന് ഇട്ടുന്നുള്ളൂ. ബാക്കി പിന്നെ ഹുയിസനും കുബാർസി ഇല്ല ഇതിൽ. എന്തായാലും കുഴപ്പമില്ല, സ്പെയിൻ്റെ ആൾക്കാരനെയാണ് മൊത്തം സെറ്റ് തന്നെയാണ്. ഓൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ റൊമേറോ മാർട്ടിനസ്, ഓൻ്റെ എല്ലാം പെർഫെക്റ്റ് ആട്ടോ, കറക്റ്റ് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ കളിക്കണവർ തന്നെയാണ് ഫുള്ള്. സബിൽ പിന്നെ 2 ലെജൻസിനെ ഉണ്ട്. അത് നമ്മുടെ കയ്യിലും ഉണ്ട് കേട്ടോ, 2 ലെജൻസ്. നമ്മുടെ സ്കൂളിൽ 2 ലെജൻസിനെ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നിലവിൽ വിരമിക്കാണ്ട് നിൽക്കണവന്മാർ തന്നെയാണ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ എന്താവും അറിയില്ല കേട്ടോ, ജസ്റ്റ് ചുമ്മാ കളിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം ഒന്ന് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ ഇറക്കിയിൽ വന്നിട്ട് ഈ വട്ടം എന്തായാലും വന്ന് ചോദിച്ചു എന്തായാലും കളിക്കാൻ പറഞ്ഞപ്പോൾ ഒരെണ്ണം നമ്മുടെ ചാനലിലും ഉണ്ടാവും, ഒരെണ്ണം പെസ്മിങ് മാസ്റ്ററിൻ്റെ ചാനലിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ലെഗാണ്. ഓൻ്റെ എന്തായാലും സെക്കൻഡ് ലെഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. എന്താണെന്ന് അറിയില്ല, ജയിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, സോ സ്പെയിൻ വേഴ്സസ് അർജൻറ്റീന ആര് ജയിക്കുന്നത് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അവൻ്റെ അടച്ചാട്ടോ മെസ്സി ആൻഡ് ഇറ്റ്സ് മാർട്ടിനസ്, മെസ്സി മാർട്ടിനസ്, എൻ്റെ അളിയ ഗോൺസാലസ്. ഓക്കെ, നമ്മുടെ അടുത്തിൻ്റെ കർവാഹാൾ ആൻഡ് യമാൽ 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 ടേൺ വരാം. ഓക്കെ, നൈസ് വൺ യമാൽ. പാസ് ടു റോഡ്രി, റോഡ്രി ടു ഒഡോ, ഇന്റർസെപ്ഷൻ ബൈ മാർട്ടിനസ്. ഗോൺസാലസ്. ഓക്കെ, ഒയ്സൻ എടുത്തിട്ടുണ്ട്. പെഡ്രി ആൻഡ് ഇറ്റ്സ് റോഡ്രി, റോഡ്രി ടു ഓക്കെ, ഓൾമോ അടുപ്പിച്ച് നോക്കാം. ഡാനി ഓൾമോ ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അപ്പോൾ ഫൈനലത്തെ ആദ്യ ഗോൾ സ്കോർ ചെയ്തിട്ട് കേട്ടോ നമ്മുടെ ഓൾമോൻ്റെ ഒരു കിടിലൻ ഹോൾ പ്ലെയർ റണ്ണായിരുന്നു, ഒരു രക്ഷയില്ല. കിടിലൊരു അസിസ്റ്റും. ഓനക്ക് വലിയ പരിചയമില്ല കേട്ടോ സെൻറ്റർ ഫോർ കളിക്കണോനെ. സോ എന്തായാലും ഓൾമോ ഫസ്റ്റ് ടൈമിൻ്റെ ഗോൾ അടിച്ചിട്ട് കിടിലൊരു ത്രൂ ബോൾ ആയിരുന്നു. അവിടുന്ന് ഡയറക്റ്റ് റൺ ആൻഡ് ഫിനിഷ്. സോ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ മെസ്സി ആൻഡ് ഇറ്റ്സ് മാർട്ടിനസ്, മെസ്സി ആൻഡ് മാർട്ടിനസ്, മാർട്ടിനസ് 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 റോഡ്രി കവറിതെ. ഓക്കെ, റോഡ്രിത്തുണ്ട് ആൻഡ് ഇറ്റ്സ് പെഡ്രി, പെഡ്രി പെഡ്രി പെഡ്രി. പാസ് ടു ലക്ഷ്മി അമ്മാൾ, ലക്ഷ്മി അമ്മാൾ പാസ് ടു എങ്കിൽ ഫേക്ക് ഷോട്ട് ആൻഡ് ഇറ്റ്സ് ബോളോ പോസ്റ്റ് പോലെ ബാറ് പഠിച്ചെറിച്ചറ കിട്ടില്ല ഷോട്ട് എടുത്തിട്ട്. ഓൻ്റെ പേരെന്താ, അങ്കീസോ അങ്ങനെ എന്തായിട്ടാണ്. സോ കിട്ടില്ലൊരടിയായിരുന്നോ. എടോ മാർട്ടിനസ് ആണ് കേട്ടോ, മാർട്ടിനസ്. എന്നാലും അൺലക്കി ആയി പോയില്ല, അത് അടിച്ച് കയറണമായിരുന്നു. അത് ഒന്നായി ബാക്കിക്ക് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. റൊമേറോ, കുട്ടി റൊമേറോ, ടെഗ്ലിഫിക്കോ, പാസ് ടു ഗോൺസാലസ്, നിക്കോളാസ് ഗോൺസാലസ് ആൻഡ് ഇറ്റ്സ് ലൗതാറോ മാർട്ടിനസ് ആൻഡ് ഒയ്സൻ്റെ ഇന്റർസെപ്ഷൻ. പെഡ്രി ആൻഡ് ഇറ്റ്സ് ഡാനി ഓൾമോ, പെഡ്രി പാസ് ടു ലപ്പോട്ടോ ആൻഡ് ഇറ്റ്സ് ഒയ്സൻ. റോഡ്രി, പെഡ്രി ആൻഡ് ഓൾമോ, പെഡ്രി ഓൾമോ ടേൺ വരാം ആൻഡ് ഇറ്റ്സ് ഗ്രിമാൾഡോ, ടേൺ വരാം. ഓക്കെ, പെഡ്രിക്ക് വയ്ക്കാം, പെഡ്രി, റോഡ്രി
ഏയ് വൗളിച്ച് അഗ്രഷൻ അർജയുടെ അഗ്രഷൻ ഇട്ട മൂവ്മെന്റിലും പേരൻസിനാണ് കിട്ടിയിരിക്കുന്നത് എല്ലോ കുറച്ച് അഗ്രസീവ് നമ്മൾ ടിക്കിറ്റാക്ക് കളിച്ചവർ അഗ്രസീവായിട്ട് കളിച്ചു അല്ല ഇത് തന്നെ ഉണ്ടാകാൻ പോണത്. ഓക്കെ എന്തായാലും നമ്മുടെ ഗ്രിമാൾഡ് നമുക്കൊരു നക്കിൾ അടിച്ചാലോ, നക്കിൾ കൊടുക്കാം. ഓക്കെ സെറ്റാകും തോന്നുന്നില്ല കേട്ടോ, ഹൈറ്റ് കുറഞ്ഞു. ഓക്കെ പോസ്റ്റും വേണം അടിച്ച്, പോസ്റ്റ് കയ്യൂടെ ഒരുമിച്ച് അടിച്ചുന്നുണ്ട്. ഓക്കെ റോഡ്രി ആൻഡ് ഇറ്റ്സ് പെഡ്രി ടു ഓൾമോ and it's Laporte to Pedri, pass to Rodri to Carvajal to Grimaldo, pass to Angi Olmo pass. ശരിയില്ല അളിയ ലെപ്പോട്ടെ അവിടെ നിന്നോ. ലെപ്പോട്ട് മെസ്സിയുടെ ത്രൂ ടു മാർട്ടീനസ് ആണ്, ലൗത്താറോ മാർട്ടീനസ് ക്രോസ് ആണല്ലോ എൻ്റെ അളിയ. ഓക്കെ ഭാഗ്യം ഡേവിഡ് റായ് എടുത്തിട്ടോ, ഉനൈ സിമോൺ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡേവിഡ് റായ് ഇട്ടത് ഹെഡ് ചെയ്തോ. ആൻഡ് ഇറ്റ്സ് ഓൾമോ ഇന്റർസെപ്റ്റ് ചെയ്തു മൊളീന ആൻഡ് പേരഡസ്. ഓക്കെ പെഡ്രി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റോഡ്രി ടു ഡാനി ഓൾമോ ഒന്ന് വിളിക്ക് വരാം. ഓക്കെ ഗുഡ് വൺ. ആൻഡ് ഇറ്റ്സ് പെഡ്രി ത്രൂ ബോൾ ടു റോഡ്രി, ഓപ്പൺ അടുപ്പിച്ച് നോക്കാം. റോഡ്രി കിട്ടില്ല ട്രൈയോട് വരുന്നിട്ട് നമ്മൾ ചെയ്തു, പക്ഷേ ഗോളിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ പോസ്റ്റും അടിച്ചു, ഇതിപ്പോൾ പുറത്ത് കൂടെ പോയി. കുഴപ്പമില്ല നല്ല ട്രൈയോളാട്ടോ. ഇത് റോഡ്രിയുടെ നമുക്ക് ഇതിന്ന് കിട്ടിയതാണ് കേട്ടോ, വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ഡേ. സോ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ, സ്പെയിൻ ഡോമിനേറ്റ് ചെയ്യണ പോലെ തന്നെ. പക്ഷേ വേൾഡ് കപ്പ് ഫൈനലിൽ എന്താണെന്ന് അറിയില്ല, കാരണം അർജന്റീനയുടെ പ്രസ്സിങ്ങിൻ്റെ മുന്നിലും ഫാഷൻ്റെ മുമ്പിലും അവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലേ. ടഗ്ലിഫിക്കോ ആൻഡ് ഓക്കെ റോഡ്രി എടുത്തിട്ടുണ്ട്. ജമാൽ ത്രൂ തള്ളാം. ഓക്കെ ഓനെത്തില്ല ഗോവേ എന്തോ എൻ്റെ പേരിടാ ഈ തൊള്ളേ കിട്ടുന്നില്ല. മാക്കലസ്റ്റർ ആൻഡ് ഇറ്റ്സ് ഡിപ്പോൾ ടു മെസ്സി ടു മാർട്ടീനസ്. ഓക്കെ ഗുഡ് ഇന്റർസെപ്ഷൻ. കറവഹാൾ ടു ഡേവിഡ് റായയുടെ നിന്ന് ലോഫ്റ്റ് അടിച്ച് എമ്മാളിന് വേണ്ടി എമ്മാൾ ടു ഓക്കെ കർവ അയ്യോ. ഓക്കെ മൊറീനോ എടുത്തിട്ടുണ്ട്. ത്രൂ ബോൾ ടു അവിടെ ഇന്റർസെപ്ഷൻ. പ്രസ്സിംഗ് ആണ് മോനെ, അർജന്റീനിയൻ പ്രസ്സിംഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓ മൊളീന ടു ഡിപ്പോൾ. ഓക്കെ അയ്യോ എടുക്കോ മൊളീന ഉണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ത്രോയും കിട്ടിയിട്ടുണ്ട്. പ്രസ്സിങ് തന്നെ കേട്ടോ, നമ്മൾ വിട്ടുകൊടുക്കണില്ല, അത്രേ ഉള്ളൂ. ഓ ഗ്രിമാൾഡോ ഓപ്പൺ ആണല്ലോ, ഒരെണ്ണം അടിച്ചാലോ. ഗ്രിമാൾഡോ ടാർഗറ്റ് പോയില്ല, കുറച്ച് വൈഡായിരുന്നു, നല്ല പവർഫുൾ ഷോട്ടായിരുന്നു കേട്ടോ. ഗ്രിമാൾഡോയുടെ നക്കിൾ ബോളിന് അടിപൊളിയാണ്. സോ 40 മിനിറ്റ് 1-0 ലീഡ് തന്നെ കേട്ടോ നമ്മളിപ്പോഴും. സ്പെയിൻ ലീഡിങ്. മോനെ ഇങ്ങടെ കൊടുക്കുക അപ്പോൾ ഇങ്ങടെ കൊടുത്ത് റൊമേറോ ടു ടഗ്ലിഫിക്കോ ടു മാക്കലസ്റ്റർ ആൻഡ് ഇറ്റ്സ് മെസ്സി ടു മാർട്ടീനസ് ടു ഡിപ്പോൾ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ഗ്രിമാൾഡോ അളിയ പണി പറഞ്ഞല്ലേ. ഓക്കെ മെസ്സി ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ഗ്രിമാൾഡോ മെസ്സി മറ്റേ ഡിസ്കുകളെ പണി കിട്ടാൻ ചാൻസുണ്ട്. ഓക്കെ മൊറീനോ പാസ് ടു കർവഹാൾ ത്രൂ തള്ളാം. ലക്ഷ്മി അമ്മാൾ ഓക്കെ ടേൺ ആൻഡ് ഇറ്റ്സ് കർവഹാൾ ക്രോസ് ഇട്ടുണ്ട്. ഓൾമോ മച്ചാൻ വരാന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓ മൊറീനോട് നല്ല ഹെഡാണ് കേട്ടോ, അവിടെയും പോയി എമ്മാൾ ഗോൾഡായി പോയി, കേള് വന്നില്ല. മറ്റേ എമ്മാളാണെങ്കിൽ കിടച്ചായിരുന്നു ഏത് ബ്ലിറ്റ്സ്. സോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് 1-0 ലീഡാണ് കേട്ടോ നമ്മള്. കളി ഫുള്ള് ഡോമിനേഷൻ ആട്ടോ. 7 ഷോട്ട് 4 ടാർഗറ്റ്. ഓനോണ്ടൊന്നും അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ സമ്മതിച്ചിട്ടില്ല. അമ്മാതിരി ഡോമിനേഷൻ അടിച്ചിട്ട് ഫസ്റ്റത്തെ ഹാഫ് തന്നെ 3 സേവ് ഇട്ടുവാൻ. എന്തായാലും നോക്കി നോക്കാം സെക്കൻഡ് ഹാഫ് എന്താവും നോക്കാം. ഫസ്റ്റ് ഹാഫ് എന്തായാലും നമ്മൾ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ തൂക്കിയിട്ട് കേട്ടോ. ഇനി എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം. ജയിച്ചാൽ മതിയായിരുന്നു. ഞാൻ അർജന്റീന കംബാക്ക് അടിക്കാനുള്ള അടിക്കുമെന്നാണ് കേട്ടോ. മൊറീനോ ആൻഡ് ഇറ്റ്സ് റോഡ്രി ലോഫ്റ്റ് അടിച്ചു. ഓൻ സ്പെയിൻ്റെ സെൻട്രൽ ഫോർവേഡ്, അത് മതി. സവാലിന് കിട്ടിയില്ലടാ. സവാലിന് മറ്റേ ജീപ്പ് വെച്ചെടുക്കാനാണെങ്കിൽ അല്ല പോയിന്റ്സ് വെച്ചെടുക്കാനാണ് പറ്റണമല്ലോ. ഓക്കെ മാർട്ടീനസ് ആണല്ലോ. ഓക്കെ മാർട്ടീനസ് ആണോ ക്രോസ് ഇടാനല്ലോ നോക്കണേ. ക്യാപ്പ് കിട്ടണല്ലേ വേറെ കാര്യം. ഓക്കെ പെഡ്രി ഗോൺസാലസ് ഇന്റർസെപ്റ്റ് ചെയ്ത്. ഓക്കെ പെഡ്രിക്ക് മിസ്സാക്കല്ലേ എൻ്റെ അളിയാ മെസ്സി. ക്ലിയർ ചെയ്ത് പോട്ടെ. മെസ്സി ഗ്ലിറ്റ്സ് നമ്മുടെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല, അല്ലെങ്കിൽ പിടക്കായിരുന്നു. ഹെഡ് ചെയ്താൽ നമുക്ക് പെഡ്രി തമാശ കളിക്കില്ല. അപ്പോട്ടൊന്ന് കൂളായി നമുക്ക് മെല്ലെ കളിക്കാം. ആൻഡ് ഓൾമോ ടേൺ വരാം. ഇന്റർസെപ്റ്റ് ചെയ്ത് ഡിപ്പോൾ ആൻഡ് ലയണൽ മെസ്സി ലെപ്പോട്ട് എടുക്കോ. ഓക്കെ ഗ്രിമാൾഡോ
ത്രൂ ബോൾ ടു ഓൾമോ, ടേൺ വരാം. ഓക്കെ, ത്രൂ ബോൾ ടു പെഡ്രി, പാസ് ടു മിക്കൽ മെറീനോ, ടേൺ, പാസ് ടു പെഡ്രി, ത്രൂ ബോൾ ടു ഗ്രിമാൾഡോ, നൈസ് ഗ്രിമാൾഡോ, ഒരു ക്രോസ് വെക്കാം. ആൻഡ് ഇറ്റ്സ് യമാൽ. മറ്റവന്മാർ രണ്ടെണ്ണം ഫ്രെയിമിക്ക് വരുന്നില്ല, അവന്മാരുടെ തലയിൽ പോയി കോളാക്കാറുണ്ട്. അളിയ പെഡ്രി എടുക്ക്. ഗോൺസാലസ്, ത്രൂ ബോൾ ടു മെസ്സി ടു മാർട്ടീനസ്. ഓക്കെ, കറവ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾമോ. അളിയ തമാശ കളിക്കല്ലേ. ഡിപ്പോൾ ടു നിക്കോളസ് ഗോൺസാലസ്. ആൻഡ് ഓക്കെ, നമ്മുടെ അടുത്തിൻ്റെ ഹൊയ്സൻ. ആൻഡ് ഇറ്റ്സ് പെഡ്രി, യമാൽ, പാസ് ടു മിക്കൽ മെറീനോ. ആൻഡ് ഇറ്റ്സ് പെഡ്രി, ത്രൂ ബോൾ ടു കർവഹാൾ. ഓക്കെ, ക്രോസ് ഇടാ. മെറീനോ, ഷെടാ പുറത്ത് പോയടാ. അത് കിടില ഹെഡായിരുന്നു കേട്ടോ, ടാർഗറ്റിക്ക് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷെ നേരത്തെ അവന്മാരൊന്നും വന്നൂല കറക്റ്റ് പൊസിഷനിലുള്ളപ്പോൾ. കുഴപ്പമില്ല, നന്നായി കളിക്കേണ്ട ടേക്കന്മാര്. അവൾ ആധുനിക സ്പെയിൻ കളി തന്നെ. ലാഫൂൻ ചേടെ കിടിൽ. ഓൻ ഇങ്ങോട്ട് വീണ്ടും വിളിച്ചു വരുത്തണ്ടല്ലോ, പണി തരാനാണോ? മാർട്ടീനസ്. ഓക്കെ, മാർട്ടീനസ്. ആൻഡ് ഇറ്റ്സ് പാരഡൈസ് ടു മൈക്കലെസ്റ്റർ. ആൻഡ് ഇറ്റ്സ് കുട്ടി റൊമേറോ, ടെഗ്ലിഫിക്കോ. ഓ എടാ, എഡി മെറീനക്ക് എത്തിയില്ലടാ. മൊളീന ടു ഡിപ്പോൾ, പാരഡൈസ്. ആൻഡ് ഇറ്റ്സ് മാർട്ടീനസ്. ഓക്കെ, ഗ്രിമാൾഡോ എടുത്തിട്ടുണ്ട്. ഗുഡ് ഇന്റർസെപ്ഷൻ ഗ്രിമാൾഡോ. ത്രൂ ബോൾ ടു ഓൾമോ ടു സാമു മതിയില്ല, സാമൂന്ന് മതിയടാ. എടുക്ക്. ഓ, ഇന്റർസെപ്ഷൻ കുറച്ചാലും. മെസ്സി, അളിയ മെസ്സി റൈറ്റിലേക്ക് പോയിട്ടോ. അളിയ മെസ്സി. എടാ ഓപ്പൺ ആക്കില്ല. മെസ്സി ഒരു ടാക്കിൾ ചെയ്യാ. മെസ്സി. ഓ, തുളച്ചു. എടാ 20 മിനിറ്റ് ചിലപ്പോൾ മെസ്സി ആട്ടം തുടങ്ങിയിട്ടിട്ട് ഇവിടെയും മെസ്സി സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു കിടില സ്റ്റണ്ണിങ് ഗോൾ ഫ്രം ലയണൽ ആൻഡ്രസ് മെസ്സി. ഏതാ ഗോള് ഒന്നും പറയണ്ട. ഇവിടെ 39 കേട്ടോ, ഇവിടെ 25 കാണാത്. അത് വേറെ കാര്യം. 25 26 വയസ്സിൻ്റെ കാണാൻ വന്നിട്ട് ഇത് തുളച്ചു. നോക്കണ്ട, 39 എന്താ കുറവില്ല പറഞ്ഞ പോലെ. എന്തായാലും ഒക്കെ സബ് ഇറക്കുക ഗൈസ്. സോ കൊണ്ടുവരാം. നിക്കോ വില്യംസ് ഇരട്ടെ, ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആക്കാൻ എന്നിട്ട് മതി. പിന്നെ ഗോൺസാലോ ഗാർസിയ ഫോമാവൻ ഇറക്കണോ? ഇവൻ ഫെർമിൻ ലോപ്പസിനെ ഇറക്കാം. ഫെഡ്രിക്ക് വരാം. ഫെഡ്രിനെ മതി, ഫെഡ്രി ഇറക്കട്ടെ. പിന്നെ നമുക്ക് ഗോൺസാലോ ഗാർസിയ പറ്റേ. വേറെ മാറ്റൊന്നും വേണ്ട, കാരണം ഓപ്ഷൻസ് കുറവാണ്. അളിയാ മെസ്സി തുളച്ചു. ഇനി അവന്മാർ 2 തിരിച്ചടിക്കുമോ? റിയൽ ലൈഫ് പോലെ കേപ്പോർഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈജിപ്റ്റ് ആയിക്കോട്ടെ, പിന്നെ ആരാ സ്വിറ്റ്സർലൻഡ്, ഇപ്പോൾ ഇംഗ്ലണ്ട്, ഇനിയിപ്പോൾ സ്പെയിൻ. അയ്യോ, ഇവിടെ ഒന്ന് നടക്കാതെ തോന്നിയായിരുന്നു. റോഡ്രി, ടോസ്റ്റ് എടുത്ത് ഗോൺസാലോ ഗാർസിയ. ഓക്കെ, മിക്കൽ മെറീനോ, നിക്കോ വില്യംസ് ടേൺ വരാം. ഓക്കെ, ത്രൂ വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് ഇന്റർസെപ്ഷൻ മൊളീന. ആൻഡ് ഇപ്പോൾ പാസ് ടു മെസ്സി. എൻ്റെ അളിയ മെസ്സി പോണു. മെസ്സി അളിയ മെസ്സി. എൻ്റെ പൊന്നളിയ തീർന്നായിരുന്നു. ഇപ്പോൾ ഒരു ബ്ലിറ്റ്സ് വന്നായിരുന്നു. എടാ തമാശ കളിക്കല്ലേ. മെസ്സി. ഓ, എന്താ റിയൽ ലൈഫ് പോലെ അല്ലോ, സ്വിച്ച് ഉണ്ടല്ലോ മെസ്സി. ഹെഡി ഗാർസിയ. ആൻഡ് ഇറ്റ്സ് ലോപ്പസ്. പാസ് ടു റോഡ്രി ടു കർവഹാൾ ടു യമാൽ സ്പ്രിന്റ് ചെയ്തിട്ടുണ്ട്. യമാലാണ്. എടാ കർവഹാൾ ഇടയിൽ കൊണ്ടേ കാല് ടോപ്പ് സൈഡ് ആയിക്കോടെ. കോവിഡ് ഡ്രിബിൾ ചെയ്ത് ഉള്ളിൽ പോയി. ചെറുതായിട്ട് നല്ല ഓഫ് തന്നെയാണ്. നശിപ്പിച്ച് ഇതോൻ എങ്ങോട്ട് കളിക്കും? ഓനാണെങ്കിൽ ഡിലേ ചെയ്ത് കളിക്കുന്നത്, അതാ വിഷയം. തലവെക്കി. ഓക്കെ, അമ്മാൾ. പാസ് ടു ഓക്കെ ഗാർസിയ. ചെത്തിയില്ല. തലവെക്കി ഹൊയ്സ. ഓക്കെ, മെറീനോ. ത്രൂ തള്ളാം. അമ്മാൾ പോണ്ട്. അമ്മാൾ കേൾ കൊടുക്കാം. അമ്മാളുടെ മൊമെന്റം സെലിബ്രേഷൻ ഗൈസ്. കിട്ടില്ല ത്രൂ ബോൾ ഫ്രം മിക്കൽ മെറീനോ. ആൻഡ് ഇറ്റ്സ് ഗോൾ ഫ്രം യമാൽ. ഏതാ ബോൾ നോക്കണത്? തിരിഞ്ഞു. ഓ, വീക്കൂട്ടോണ്ട് ത്രൂ ബോൾ. ആൻഡ് ഇറ്റ്സ് നൈസ് ഗോൾ ഫ്രം യമാൽ. തിരിച്ച് നമ്മളടിച്ച്.
സോ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചവന്മാർ അടിച്ചു കഴിഞ്ഞാൽ പണി ആള് ഒന്ന് നോക്കണം. ഓക്കെ മാർട്ടീനസ് ആൻഡ് ഇറ്റ്സ് മെസ്സി ഡീപോൾ. ഓക്കെ മിസ് പാസ് ഒന്ന് ഭാഗ്യം. വില്യംസ് ആണ് ഡ്രിബിൾ ചെയ്യാൻ. വില്യംസിനുണ്ട് ഡ്രിബിൾ ചെയ്യാൻ നൈസ് ആണ്. വില്യംസ് ഏയ് എടാ ഫൗള് കള്ളക്കളി. റെഡ് കൊടുത്തു വിടായിരൊക്കെ. യെല്ലോ ഇത് റിയൽ ലൈഫ് തളി പോലെ ഇട്ടോ. ഫുള്ള് ഫൗളാ. ഇങ്ങനെ എനിക്ക് തോന്നുന്നു മെന്റലി ഇതില് ഒന്നൊരു ഫിസിക്കലി തളർത്തും ഉറപ്പാ അർജന്റീന. മോളിക്ക് കളിക്കാം. ഹെഡി ഷെത്തീല മാക്കലസ്റ്റർ കളിയാ. ബേക്കറിങ് ഡീമറി ടാഗോ ടാക്കിൾ ഫ്രം ഹോയിസൻ. കറവാൾ എടുക്ക്. തിരിഞ്ഞ് ലോഫ്റ്റ് കളിച്ചോ. ഓക്കെ ഗൈസ്, അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ആയി നമ്മൾ എത്തിയിരിക്കുന്നു. സ്പെയിൻ അങ്ങനെ നമ്മുടെ ഈ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് ഫൈനലിൽ കപ്പ് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ അവന് റിയൽ ലൈഫ് അതോ മെസ്സി കപ്പ് തൂക്കുമോ? എന്തായാലും കീഴിലും കളിയുടെ സെക്കൻഡ് ഹാഫും അർജന്റീനയുടെ ഒരു കമ്പാക്ക് ആയിരുന്നു കേട്ടോ. 5 ഷോട്ട് 2 ടാർഗറ്റ് വന്നു സെക്കൻഡ് ഹാഫിൽ. നമ്മുടെ ആകെ 2 ഷോട്ടും 2 ടാർഗറ്റ് ആട്ടോ വന്നുള്ളൂ സെക്കൻഡ് ഹാഫിൽ ഓനെ പിടിച്ച്. കീഴിലും കളിയായിരുന്നു കേട്ടോ. ടോട്ടലി നോക്കുകയാണെങ്കിൽ പാസസ് ഒക്കെ നമ്മളെ ആസ് യൂസ്വൽ സ്പെയിൻ എങ്ങനെ കളിക്കുക അതുപോലെ കളിച്ച് സക്സസ്ഫുൾ അല്ലാണ്ട്. ഇന്റർസെപ്ഷൻ 16, സേവ്സ് ഓന് 3 കേട്ടോ. മാർട്ടിനസ് 4. സോ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഓൻ്റെ മെസ്സി ആട്ടോ. ദീപോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടിറമേറോ, എല്ലാവരും കുഴപ്പമില്ല. ബാക്ക് ലൈൻ അടിപൊളിയായിട്ട് വന്നോൻ്റെ ഹെഗ്ലിഫിക്കാണ് കുറവ്. നമ്മുടെ എമ്മാള് ഇപ്പോൾ രണ്ടിടത്തും മെസ്സിയും എമ്മാലും കേട്ടോ ഫോമിൽ. ഒന്നും പറയല്ല. സോ ഹൈലൈറ്റ്സ് കാണാം. ഇത് ഫസ്റ്റത്തെ ഗോൾ ഫ്രം ഡാനി ഓൾമ. ഓപ്പൺ പോസ്റ്റ് ഡ്രിബിൾ ചെയ്ത് പോയി ബാങ്കർ പെട്ട ഗോളായിട്ട് ഒന്നും പറയല്ല. കിട്ടില്ല ഗോള്. കറച്ച് ബോൾ വെച്ച് ത്രൂ പാസിംഗ് ഒന്നും ഇല്ല, എന്നാലും അത് എത്തി. ബാങ്കർ ഓൾമോ ബാങ്കർ അടിക്കും ക്യാമറല്ലേ അവൻ്റെ 1 ടച്ചിലല്ലേ സെമിയിൽ കയറി തന്നെ അവന്മാർ. ഇത് നക്കിൾ ഷോട്ട് ഫ്രം ഗ്രിമാൾ. സേവ് ആണല്ലേ ഗ്രിമാൾഡോടെ. സേവ് ആണ് കേട്ടോ മാർട്ടിനസിൻ്റെ. മുക്കി പോകേണ്ട സാധനമായിരുന്നു വെച്ചാൽ കിട്ടില്ല സേവ്. ഇത് മെറീനോടെ ഹെഡ് പോകുന്നുണ്ടല്ലേ? അതെ മെറീനയുടെ ഹെഡ്. ഇത് എമ്മാളുടെ അടി. അത് സേവ് ചെയ്തിട്ട് വന്നാ. ഇത് മെസ്സിയുടെ ഗോള്. റോക്കറ്റ് അറിഞ്ഞാ. അത് ഒന്ന് മേടിച്ചില്ല. റിയൽ ലൈഫ് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഇനി അവർ തിരിച്ചടിക്കും. അത് റിയൽ ലൈഫ് ശരിക്കും ഓർമ്മ വന്നൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത് മെസ്സിയുടെ അടുത്ത ഷോട്ട്. ഇത് ഏതായിരുന്നു? ഇത് സൈഡിൽ കൂടെ പോയതോ? ഡിഫ്ലക്ഷനാണ്. അത് വേണ്ട, അത് പോരാ. ഇത് നമ്മളെ ഗോൾ. ഇത് ബോൾ ഫ്രം മെറീനോ ഈസ് അൺറിയൽ. പുറക്കിയിട്ടില്ല ത്രൂ ബോൾ. ആൻഡ് ഇറ്റ്സ് എ കേൾ. യമാളിൻ്റെ കേളും മെറീനയുടെ ബോളും. മെറീനയുടെ ബോൾ നോക്ക്. യമാൾ പെർഫെക്റ്റ് റൺ ആൻഡ് സ്മൂത്ത് കേളായിരുന്നു ഇട്ടത്. വാട്ട് എ ഗോൾ ഫ്രം അമാൽ. ലക്ഷ്മി അമാൽ, യമീൻ അമാൽ. അങ്ങനെ കളി തൂക്കിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും 2-1 ജയിച്ചു. എന്തായാലും വേൾഡ് കപ്പ് ഫൈനൽ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു കളിയും കൂടി നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത്. എന്തായാലും കളിക്കുമ്പോൾ അവൻ്റെ ചാനൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫെസ്റ്റിംഗ് മാസ്റ്ററിൻ്റെ ചാനൽ കയറി നോക്കിയാൽ മതി. എന്തായാലും കളി നിങ്ങൾ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കളീനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അർജന്റീന വേഴ്സസ് സ്പെയിൻ ഫൈനലിൽ ആര് ജയിക്കും, അതുപോലെ തന്നെ ആരായിരിക്കും ഗോൾ അടിക്കുക, പിന്നെ ഗോൾഡൻ ബോൾ എന്തായാലും മെസ്സിനെ ആയിരിക്കും അടിക്കുക, ഗോൾഡൻ ബൂട്ട് ആരടിക്കും. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനലുണ്ട്. അപ്പോൾ അതിലെങ്ങാനും എംബാപ്പെ കയറി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് ലീഡ് പോവും. പിന്നെ ഫൈനലാണ്, അതിൻ്റെതായ സമ്മർദ്ദം അപ്പുറത്തും വരും. എന്തായാലും നോക്കാം ആര് ജയിക്കുമെന്ന്, ആര് ഗോൾഡൻ ബൂട്ട് അടിക്കും. യങ് പ്ലെയർ കുബാർസി ഏകദേശം ഉറപ്പ് തന്നെയാണ്. ബെസ്റ്റ് ഡിഫൻഡർ ഓനാവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ആരൊക്കെയാണ് വരികയെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ചെറിയ ചെറിയ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നമ്മുടെ പേജ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.